ഗർഭം അലസാതിരുന്നാൽ മതി. അതെന്താണെന്നറിയോ? ഈ നെഗറ്റീവ് കമന്റ്സ് ഇന്നേക്കാളും വലുതിടണം എന്നുള്ള ഒരു ത്വര ഉണ്ടാവില്ലേ? ഈ കമന്റ് ഇട്ടത് സജിത എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ചാനലുണ്ട്, ആ 2 പിള്ളേരുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അത് ഞാൻ അതുകൊണ്ട് അക്കൗണ്ട് ഞാൻ കാണിക്കാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ മുന്നിലാണ് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ചെകളടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. സത്യം പറയാതെ ഞാൻ മോന്തടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഞാൻ ഇന്ന് വരെ എന്റെ ചാനലിൽ ഞാൻ ഇന്നത്തെ സംസാരിച്ചിട്ടില്ല. എന്നെ പറ്റി നെഗറ്റീവ് ഇടുന്നു, ഹസ്ബൻഡിനെ പറ്റി നെഗറ്റീവ് ഇടുന്നു. ആസ്ല മാർലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു Q&A നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് കുറേയധികം കമൻസും കാര്യങ്ങളും അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കുറേയധികം പേര് വളരെയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്ന കുറേയധികം കമൻസാണ്. അതിലൊന്നാണ് നിങ്ങൾ കേട്ടത്. ഇതേ കണക്ക് വയറ്റി കിടക്കുന്ന കൊച്ചിനെ വരെ മോശമായിട്ടുള്ളത്, അതായത് അലസി പോട്ടെ എന്ന് വരെ അങ്ങനത്തുള്ള രീതിയിൽ സംസാരിച്ചത്. അതൊരു സ്ത്രീയാണ് സംസാരിച്ചേക്കുന്നത്. അവരുടെ ഒരു പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിങ്ങനത്തെ സംസാരിക്കുന്ന കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി എന്നുള്ളൊരു കാര്യമാണ് അസ്ല പറയുന്നുണ്ട്. എൻ്റെ മുമ്പിലെങ്ങാനും വന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് താഴെ ഇട്ടേനെ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ കുറേയധികം കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുട്ടിയുടെ കാര്യം നോക്കി കുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റും ഇങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർക്ക് കമൻസ് ഇടാൻ തോന്നിയതാണ് മനസ്സിലാവാത്തത്. ഇപ്പം അസ്ലേ പറഞ്ഞാൽ ഓക്കെ, നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഓക്കെ, വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ വരെ, ജനിക്കാത്ത കുട്ടിയെ വരെ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അത് അവർക്ക് കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളു. എന്നിട്ട് പോലും ഇങ്ങനെ പറയണമെങ്കിൽ അവരുടെയൊക്കെ ഒരു ചിന്താഗതി ആലോചിച്ച് നോക്കണം. എന്തായാലും ഇപ്പോൾ മൊത്തം കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പച്ചയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഇങ്ങനത്തുള്ള കമൻസ് ഇടുന്നവർക്ക്. പിന്നെ അവരുടെ അക്കൗണ്ടൊന്നും മെൻഷൻ ചെയ്യാത്ത അതിൽ കുട്ടികളുടെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിന് താല്പര്യം ഇല്ലെന്ന് അസ്ല പറയുന്നുണ്ട്. ആ ഒരു സമയത്തും അസ്ല ആ ഒരു മാന്യത കാണിക്കുന്നുണ്ട്. പക്ഷേ കമൻസ് ഇടുന്നവർ ഇപ്പോൾ അസ്ലയെ പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോളാം. പക്ഷേ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ പറ്റി, അബോഷനായി പോകുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വളരെ നാണക്കേടായിട്ടുള്ള ഒരു കാര്യം. അത് കണക്ക് ഒരാൾ മാത്രമല്ല ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത്, കമൻസ് ഇടുന്നതൊന്നും കുറേയധികം പേര് ഇടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ ഒരു അസ്ല ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് ഫുള്ളായിട്ട് വീഡിയോ കാണണമെങ്കിൽ അസ്ലയുടെ ചാനലിൽ പോയാൽ മതി, കാണാൻ പറ്റുന്നതാണ്.